CMRL എക്സലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉയർന്ന ആരോപണങ്ങളിൽ ED നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണത്തിന്റെ ഒരു നിർണായക ഘട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം വാർത്താക്കുറിപ്പായി തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിൽ ചില ഹവാല ഇടപാടുകൾ നടന്നിട്ടുണ്ട്, മാസപ്പടിയായി ലഭിച്ച പണം ഹവാല ഇടപാടിലൂടെ വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ട് എന്ന വിവരങ്ങളൊക്കെ പരസ്യമാക്കുന്ന സാഹചര്യമുണ്ടായത്. അതിന് പിന്നാലെയാണ് വീണ വിജയൻ തന്റെ ഭർത്താവ് കൂടിയായ മുൻമന്ത്രി മുഹമ്മദ് റിയാസിന്റെ രാഷ്ട്രീയ ബന്ധങ്ങൾ, രാഷ്ട്രീയ സ്വാധീനങ്ങളൊക്കെ കൃത്യമായി ഈ ഇടപാടുകൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന തരത്തിലേക്ക് ഈ ആരോപണങ്ങൾ ഉയരുകയും ആ ദിശയിലേക്ക് കൂടി അന്വേഷണം നീളുകയും ചെയ്യുന്നത്. മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളുടെ വീടുകളിലടക്കം ED പരിശോധനയുടെ ഭാഗമായി എത്തുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. അതോടെയാണ് ഇത് വലിയ തരത്തിൽ മുഹമ്മദ് റിയാസും പ്രതിരോധത്തിലോ എന്ന ചോദ്യം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഉയർന്നത്. അതിന് അദ്ദേഹം വ്യക്തമായ മറുപടി നൽകി കഴിഞ്ഞു. തനിക്കെതിരെ നടക്കുന്നത് രാഷ്ട്രീയ പകപോക്കലാണ്, അതിനു മുമ്പിൽ ഒരു കാരണവശാലും മുട്ടുമടക്കില്ല, അതിനെ നിയമപരമായും രാഷ്ട്രീയമായും തന്നെ നേരിടുമെന്ന് മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി കഴിഞ്ഞു. മുന്നണിയും പ്രത്യേകിച്ച് CPI സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദനും സമാനമായ നിലപാടാണ് ആവർത്തിച്ചത്. ഹീനമായ നടപടിയെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. EDയുടെ ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമായ ഹീനമായ നടപടിയെന്ന് CPMന്റെ സംസ്ഥാന നേതൃത്വം വിശദീകരിക്കുമ്പോഴാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വ്യത്യസ്തമായ ഒരു അഭിപ്രായവുമായി രംഗത്തെത്തിയത്. അതാണ് ഇപ്പോൾ ആകാംക്ഷയേറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. രാഷ്ട്രീയം വേറെ, ബിസിനസ് വേറെ എന്ന തരത്തിൽ രണ്ട് വാക്കുകൾ എടുത്ത് പരാമർശിച്ചുകൊണ്ട് ബിനോയ് വിശ്വം നടത്തിയ പ്രതികരണത്തിന് രാഷ്ട്രീയ മാനങ്ങൾ ഏറെയാണ്. അതായത് ഈ ഉയർന്നുവരുന്ന ആരോപണങ്ങളെ രാഷ്ട്രീയമായ സംരക്ഷണം വീണയ്ക്കോ അതല്ല എങ്കിൽ മുഹമ്മദ് റിയാസിനോ നൽകേണ്ടതില്ല എന്ന പരോക്ഷമായ സൂചനയാണ് ബിനോയ് വിശ്വത്തിന്റെ വാക്കുകളിൽ അദ്ദേഹം പരോക്ഷമായി പറഞ്ഞു വെച്ചത് എന്ന വ്യാഖ്യാനങ്ങൾ അതിന് ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു. പക്ഷേ CPM നേതൃത്വം ഒറ്റക്കെട്ടായി ഇതിനെ രാഷ്ട്രീയ പ്രേരിതമായ ഒരു ഇടപെടൽ തന്നെയാണ് EDയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം 17 കോടി രൂപയുടെ അനധികൃത ഇടപാട് നടന്നിട്ടുണ്ട് എന്ന് പറയുകയും അതിൽ 1.72 കോടിയിൽ കേന്ദ്രീകരിച്ച് മാത്രം അന്വേഷണവും അതുമായി ബന്ധപ്പെട്ട വാർത്തകളും പുറത്തുവരികയും ചെയ്യുന്നതിന് പിന്നിലൊരു അസ്വാഭാവികതയുണ്ട് എന്ന നിലപാടാണ് നേതൃത്വം പങ്കുവെക്കുന്നത്. അതിന് പക്ഷേ ED വ്യക്തമായൊരു വിശദീകരണം നൽകിയിട്ടില്ല. എന്തായാലും അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുകയാണ്. പുരോഗമിക്കുക എന്നതിനപ്പുറത്തേക്ക് അത് മറ്റൊരു ദിശയിലേക്ക് കടക്കുകയാണോ, നീക്കങ്ങൾ കടുപ്പിക്കുകയാണോ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കളുടെ വീടുകളിലടക്കം നടക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ നടന്ന പരിശോധനകളിൽ ഏതെങ്കിലും വഴിവിട്ട തരത്തിലുള്ള സഹായങ്ങൾ മുഹമ്മദ് റിയാസിനോ മുഹമ്മദ് റിയാസ് വഴി വീണ വിജയനോ നൽകിയിട്ടുണ്ട് ഇവർ കണ്ടെത്തുന്ന ഒരു സാഹചര്യം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ലഭിച്ചിട്ടുണ്ടോ എന്നതാണ് അറിയാനുള്ളത്. തീർച്ചയായും അവിടെ ഡാൻ ഈ സൂചിപ്പിക്കുന്ന പോലെ തന്നെ EDയുടെ പരിശോധനകൾ, EDയുടെ മാധ്യമക്കുറിപ്പുകൾ, ഇതിലൊക്കെ അസ്വാഭാവികതയുണ്ട് എന്ന് തന്നെയാണ് CPIM പറയുന്നത്. പ്രത്യേകിച്ച് വീണ ടിയുടെ ഇടപാടുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണം, ആ അന്വേഷണത്തിന്റെ പ്രസ് റിലീസുകളിലെല്ലാം തന്നെ പിണറായി വിജയന്റെ പേരുകൂടി പരാമർശിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എന്തിനത് എന്ന ചോദ്യം സ്വാഭാവികമായും CPIMന് ഉന്നയിക്കാവുന്നതാണ്. കാരണം ഒരു അന്വേഷണ ഏജൻസി പിണറായി വിജയനെക്കുറിച്ചല്ല അന്വേഷണം നടത്തുന്നത്. വീണയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട് CMRL കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ടോ, മറ്റിടപാടുകൾ നടത്തിയിട്ടുണ്ടോ, അവിടെയാണ് മുൻ മുഖ്യമന്ത്രിയുടെ പേര് പലപ്പോഴും വലിച്ചിഴക്കപ്പെടുന്നത് എന്നതാണ്. ഇപ്പോഴിതാ മുഹമ്മദ് റിയാസുമായി ചേർന്ന് നിൽക്കുന്നവർ നിഖിലും നന്ദുലാൽ ഉൾപ്പെടെ ഉള്ളവരുടെയൊക്കെ വസതികളിൽ റെയ്ഡ് നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അവിടെയാണ് ഹവാല ഇടപാട് നടന്നിട്ടുണ്ടോ എന്നത് അന്വേഷിക്കുന്നത്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രതിരോധത്തിലാകുന്നത് മുഹമ്മദ് റിയാസ് കൂടി ഈ വിഷയത്തിൽ അന്വേഷണ വലയിലേക്ക് വരുന്നു എന്നിടത്താണല്ലോ ഡാൻ. നമുക്കറിയാം ഈ വിവാദങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് മുഖ്യമന്ത്രിയായിരുന്നു പിണറായി വിജയൻ. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പദവി അത് കൃത്യമായി ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഈ ഇടപാടുകൾ നടന്നത് എന്ന ആക്ഷേപമാണ് മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമായി ഉയർന്നുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് മാറി ഭരണം മാറിയിരിക്കുന്നു. അവിടെ ഇപ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പിണറായി വിജയൻ എത്തുന്ന സാഹചര്യം. അപ്പോഴാണ് ഈ അന്വേഷണം മറ്റൊരു ദിശയിലേക്ക് നീങ്ങുകയും അത് വീണയുടെ ഭർത്താവ് കൂടിയായ മുഹമ്മദ് റിയാസിലേക്ക് അന്വേഷണം എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ നീങ്ങുന്നൊരു പ്രത്യേകമായൊരു സാഹചര്യം ഉരുത്തിരിയുകയും ചെയ്തിരിക്കുന്നത്. അവിടെയാണ് ഇത് കേവലം ഒരു അന്വേഷണം, ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ വഴിവിട്ട സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ, ചെയ്യാത്ത സേവനത്തിന് പണം കൈപ്പറ്റിയിട്ടുണ്ടോ എന്ന തരത്തിൽ നടക്കുന്ന കേവലമായ ഒരു അന്വേഷണം എന്നതിനപ്പുറത്തേക്ക് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയമായ സ്വാധീനമോ രാഷ്ട്രീയമായ ഇടപെടലോ രാഷ്ട്രീയമായ സമ്മർദ്ദങ്ങളോ ഉണ്ടോ എന്ന്
സംശയം ജനിപ്പിക്കുന്ന തരത്തിലുള്ള ചില നീക്കങ്ങൾ കൂടി നടക്കുന്നുവെന്ന ആക്ഷേപമാണ് CPM കേന്ദ്രങ്ങൾ, ഇടത് കേന്ദ്രങ്ങൾ പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിനെ രാഷ്ട്രീയമായി തന്നെ പ്രതിരോധിക്കും. ഇഡിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് അപലപനീയമായ ഹീനമായ നീക്കമാണ് എന്ന് സംസ്ഥാന സെക്രട്ടറി തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും മുഹമ്മദ് റിയാസ് അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്ന നിലപാടിൽ മുഹമ്മദ് റിയാസ് ഉറച്ചു നിൽക്കുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, കോൺഗ്രസ് നേതൃത്വം ഇതിൽ പാലിക്കുന്ന ഒരു മൌനം, അല്ലെങ്കിൽ കെ മുരളീധരൻ ഇന്നലെ പറഞ്ഞതുപോലെ കോൺഗ്രസ് നേതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ടും സമാനമായ തരത്തിൽ ഇഡി നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കട്ടെ. ഞങ്ങൾക്ക് കോൺഗ്രസിന്റെ പ്രതികരണങ്ങളും കോൺഗ്രസിനകത്ത് നിന്ന് ഉയരുന്ന വ്യത്യസ്തമായ പ്രതികരണങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ഡാനിലേക്ക് വരാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.